Hello viewers, Namaste, welcome back to WinTrader. അപ്പോൾ ഇന്നത്തെ വിൻട്രേഡറിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ മോർണിംഗ് പെർഫോമൻസ് ആണ്. അപ്പോൾ എൻ്റെ പേര് ഗംഗാദേവ്. അപ്പോൾ ഞാൻ നിങ്ങളെ ലൈവാണ് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഓഫീസ് വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ തന്നെ ലൈവ് ഡെമോ കാണിച്ചു തരുന്നതാണ്. അപ്പം വിളിക്കേണ്ട നമ്പർ 9061973737. ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പും ഉണ്ട്. നിങ്ങൾക്ക് കോൾ ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ്, വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ എൻ്റെ വാട്സപ്പിന് ഡയറക്റ്റ് ലിങ്ക് കിട്ടും. ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് എൻ്റെ വാട്സപ്പ് ചാറ്റിലോട്ട് എത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ട് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്, നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫ്യൂച്ചറാണ് ഫോളോ ചെയ്യുന്നത്. ഫ്യൂച്ചർ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ മിക്ക ആൾക്കാരും, എല്ലാവരും ആയിരിക്കത്തില്ല, മിക്ക ആൾക്കാരും ചിലർ സ്പോട്ടാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സ്പോട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്പോട്ടിൻ്റെ ചാർട്ട് നമുക്ക് ഓൾറെഡി നമുക്ക് ഫ്യൂച്ചറിനും സ്പോട്ട് എല്ലാം അവൈലബിൾ ആണ്. ആ സ്പോട്ടിൻ്റെ ചാർട്ട് നോക്കിയിട്ട് അതിൻ്റെ പ്രൈസ് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യുക, അങ്ങനെയും ചെയ്യാം. അപ്പം നമ്മളിവിടെ ഫോളോ ചെയ്യുന്നതാണ് നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് സ്പോട്ടാണെങ്കിൽ സ്പോട്ട് ഫോളോ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഫ്യൂച്ചറിൻ്റെ ബേസിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഓൾറെഡി സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. ഈ റെഡ് ഡൗൺ ആരോ സെൽ സിഗ്നലാണ്, ഗ്രീൻ അപ്പ് ആരോ ബൈ സിഗ്നലാണ്. ഈ സിഗ്നൽ വരുമ്പോൾ സോഫ്റ്റ്വെയർ ഒരു ഇൻഡിക്കേഷൻ തരാം, അലേർട്ട് മെസ്സേജ് വഴി നമുക്ക് ഇൻഡിക്കേഷൻ തരാം. അലേർട്ട് നമുക്ക് സൗണ്ടോടുകൂടി കേൾക്കാൻ കൂടി പറ്റും. അതിനകത്ത് എഴുതി കാണിക്കും ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണം, ഏത് റേറ്റിൽ സെൽ എടുക്കണം, ഡീറ്റെയിൽസ് നമുക്ക് അലേർട്ടിൽ എഴുതി കാണിക്കും. അല്ലെങ്കിൽ നേരെ മേഖലയിൽ നോക്കിയാൽ ഇന്നത്തെ സെല്ല് ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ സെല്ല് വന്ന് 43,362.40 9:20. ഇപ്പം ടൈം 10:59 ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഇത് 9:20 നമുക്ക് സിഗ്നൽ വന്നതാണ്. അപ്പോൾ സിഗ്നൽ വന്നപ്പോൾ ഈ റെഡ് ആരോ ആണ് ഡൗൺ സിഗ്നൽ, സെൽ സിഗ്നൽ. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ കൺഫേം ആണ് നോക്കുക. കൺഫർമേഷൻ എന്ന് വെച്ചാൽ ആരോ വന്നതിന് ശേഷം താഴത്ത് നോക്കിയാൽ പ്രൈസിലുള്ള സെൽ സോൺ എന്ന് എഴുതിയും കാണിക്കണം. നമ്മൾ ആരോടെ സെക്കൻഡ് ക്യാനിലാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ താഴത്ത് ഈ ബാർ റെഡ് ആയിരിക്കണം. അപ്പോൾ ഈ രണ്ട് കൺഫർമേഷൻ നോക്കണം. അതായത് താഴത്തെ ബാർ റെഡ് ആയിരിക്കണം, പ്രൈസ് സെൽ സോൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്ന പ്രൈസ് ഇന്ന് നേരെ നമുക്ക് അതിൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. ഇൻ ദ മണിയിൽ പോകണം, അറ്റ് ദ മണി പോകണം, ഔട്ട് ഓഫ് ദ മണി പോകണം എന്നതൊക്കെ നിങ്ങളുടെ ഡിപ്പെൻഡ്. നമ്മുടെ ഓൾറെഡി നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഏത് സ്ട്രൈക്ക് പ്രൈസ് എന്ന് വേണമെങ്കിലും ആ സ്ട്രൈക്ക് പ്രൈസ് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് 43,362 എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 43,300 ഇതാണ് പുട്ടെടുക്കാം, അല്ലെങ്കിൽ 43,400, 500, 600 ഏത് ഡീപ്പ് ഇൻ ദ മണി പോകണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിയർ ബൈ ഇൻ ദ മണി അങ്ങനെ. ഏത് സ്ട്രൈക്ക് പ്രൈസ് വേണമെങ്കിൽ ആ സ്ട്രൈക്ക് പ്രൈസ് എടുക്കാം. ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് 43 വേണമെങ്കിൽ 400 എടുക്കാം, 500, 600. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഞാൻ എടുത്ത് കാണിക്കാം. 43,500 തന്നെ എടുക്കും, കാരണം 500 ഓൾറെഡി ഉണ്ട്. നേരെ നമുക്ക് അതിൻ്റെ പ്രീമിയത്തിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത് 43,500 ചാർട്ടാണ്, പ്രീമിയം ചാർട്ടാണ്. നമുക്ക് ബൈ വന്നിരിക്കുന്നത് 328.15 ബൈ വന്നിട്ടുണ്ട്. 328.15 താഴെ ബാറ് കൺഫേം ആണ്. നമുക്ക് ഈ ആരോ വന്ന ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ബൈ ആണെന്നുണ്ടെങ്കിൽ താഴത്തെ പ്രൈസ് ബൈ സോണെന്നും കാണിക്കണം. ആരുടെ താഴത്തെ ബാറ് ഗ്രീനിലോട്ട് വരണം. ഈ ഗ്രീനിലോട്ട് വരുന്ന ടൈം നമുക്ക് മൂന്നാമത്തെ ക്യാൻഡിലാണ് ഗ്രീനിൽ വന്നത്. ഈ 328 എന്ന് തന്നെ കിട്ടണമെന്നില്ല. നമ്മൾ എൻട്രി ചെയ്യും, നമ്മുടെ ട്രേഡിംഗ് ടേമിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പം ഈ ചിലപ്പോൾ 328 തന്നെ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ 328 മേഖല അല്ലെങ്കിൽ താഴത്തെ പ്രൈസാണ് കിട്ടുന്നത്. ആ ഒരു നമുക്ക് എൻട്രി നമ്മുടെ ടെർമിനൽ നമുക്ക് കിട്ടുന്ന റേറ്റിലാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. അതനുസരിച്ച് താഴത്തെ സ്റ്റോപ്പ് ലോസ് എഴുതി കാണിക്കും, ടാർഗറ്റ് എഴുതി കാണിക്കും. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. നമുക്ക് 360 എക്സിറ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മുടെ ടാർഗറ്റ് 360 ആയിരുന്നു. അത് കഴിഞ്ഞ് 387, അത് കഴിഞ്ഞ് 413 ടാർഗറ്റ് മേടിച്ചിട്ട് മാർക്കറ്റ് ആക്ച്വലി ഇത് കയറിയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കയറിപ്പോയായിരുന്നു. ഇവിടെ നിന്ന് ഹൈ പോയിരിക്കുന്ന 498.75 വരെ ഈ ഒരു പ്രീമിയം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രീമിയത്തിന് നമുക്ക് ഏതാ വേണ്ടത്? ഇതിപ്പോൾ ഞാൻ ഇന്ദമണിയിൽ എടുത്തിട്ടാണ് ആ പ്രീമിയം എടുത്തത്, 43,500 എടുത്തത്. നമുക്ക് വേണ്ട ഏതാണ് അത് നമുക്ക് സെലക്ട് ചെയ്യാവേ. ഇപ്പം ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ രാവിലെ നല്ല, അതായത് ഒരു മോർണിംഗിൽ തന്നെ എനിക്കൊന്ന് 10 മണിക്ക് മുമ്പ് തന്നെ ആ ഒരു പ്രോഫിറ്റ് വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ പറയുന്ന പോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ദിവസത്തെ ട്രേഡ് അവിടെ നിന്ന് ക്ലോസ് ചെയ്തേക്കുക. നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് സെല്ല് വന്നിരിക്കുന്ന വെച്ചാൽ 18,375 അപ്പോൾ വേണമെങ്കിൽ നമുക്ക് 18,500 തന്നെ എടുക്കാമായിരുന്നു. 18,500 എടുത്തിരുന്നെങ്കിൽ അതിനകത്ത് സിഗ്നൽ കാണിച്ചു തരാം. 18,500
18,500 നമുക്ക് വന്നത് 189.40 189.40 9 രൂപന് ബൈ കാണിച്ച് രണ്ടും ഓക്കെ ആയിരുന്നു. പ്രൈസ് ബൈസ് ഓൺ ബാർ കൺഫർമേഷൻ ഉണ്ടായിരുന്നു. 208 ഫസ്റ്റ് ടാർഗറ്റ്, 223 സെക്കൻഡ് ടാർഗറ്റ്, 230 3 ടാർഗറ്റും അടിച്ച ശേഷം ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇത് കയറി തന്നെ പോകും. ഇത് ഈ റെഡ് സ്റ്റാർ റെസിസ്റ്റർ ലെവലാണ്, താഴത്തൊരു ബ്ലൂ ഉണ്ട്, അത് സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യും. നമ്മുടെ ഒരു സ്ട്രാറ്റജി നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ഒരു 90%, 80 to 90% ആക്യുറസി തരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മുടേത്. ഇപ്പം ഞാനിപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾ പറയും ഇവിടെ ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിനാണ് ആദ്യമേ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഈ കാണിക്കുന്ന ലൈവ് മാർക്കറ്റിലാണ്. അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞ് കോൾ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നമ്മുടെ ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്. വരുവാണെന്നുണ്ടെങ്കിൽ കാണുകയും ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഡയറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ തന്നെ ഫുള്ളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടതിന് നന്ദി.